പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനികളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ച് മനു പീഡിപ്പിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. വിശദീകരണം ആവശ്യപ്പെട്ട് KCAക്ക് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ചേരുകയാണ് നമുക്കൊപ്പം. അനുരാഗ്, നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കാരണം വർഷങ്ങളായി ഈ കോച്ച് ഇത്തരത്തിൽ പീഡനം നടത്തുന്നതായും ഒരുപാട് പരാതികൾ ഇയാൾക്കെതിരെ ഒരു 4-5 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും KCAയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഈ കോച്ചിനെതിരെ ഉണ്ടായില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സ്വമേധയാ. എന്താണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരെയുള്ള പീഡന പരമ്പരകൾ പുറത്തു വന്നത്. പരിശീലനത്തിനിടെ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും നഗ്ന ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. 6 കുട്ടികൾ നൽകിയ പരാതിയിൽ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. മനുവിനെതിരെ മുമ്പും പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിലാണ് തുടരാൻ അനുവദിച്ചതെന്നാണ് KCAയുടെയും തിരുവനന്തപുരം ക്രിക്കറ്റ് അസോസിയേഷന്റെയും വിശദീകരണം. ശേഷം വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് പെൺകുട്ടികൾക്ക് പരിശീലനം നൽകിയതെന്നും അസോസിയേഷൻ പറയുന്നുണ്ട്. പക്ഷേ പരാതി വന്നിട്ടും പിങ്ക് ടൂർണമെന്റിൽ ഇയാളെ KCA ഉൾപ്പെടുത്തി എന്നുള്ള ഗുരുതര സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ KCA വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും കമ്മീഷൻ അറിയിച്ചു. ശരി, പരിശീലനത്തെത്തിയ വിദ്യാർത്ഥിനികളെ KCA കോച്ച് മനു പീഡിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ഒപ്പം വിശദീകരണം ആവശ്യപ്പെട്ട് KCAക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് VS അനുരാഗ്.